ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കൊമേഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്നതാണ്. അതായത് ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടാവേണ്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാകുന്നത് ഈ അക്കൗണ്ടിങ് റിപ്പോർട്ട്സിലൂടെയാണ്. അതുപോലെ തന്നെ കമ്പനിക്കകത്തും പുറത്തും ഒത്തിരി ആളുകൾ ഈ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സവിശേഷതകൾ അതിനുണ്ടാവണം. അപ്പം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്നത്. ഇതിലൊന്നാമത്തെ ഫീച്ചറാണ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം വിശ്വസനീയത എന്നാണ്. അതായത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക്, ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഇൻഫോർമേഷനെ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പം ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ, പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാതെ, കറക്റ്റായിട്ട് അവിടെ എന്താണോ സംഭവിച്ചത് അത് തന്നെ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Reliability means the users must be able to depend on the information. റിലയബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ യൂസേഴ്സിന് ആ ഇൻഫോർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം, അതിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റണം, ആശ്രയിക്കാൻ വേണ്ടി പറ്റണം. ദി റിലയബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദി ഡിഗ്രി ഓഫ് കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ വാട്ട് ദി ഇൻഫോർമേഷൻ കൺവേസ് അബൌട്ട് ദി ട്രാൻസാക്ഷൻസ് ഓർ ഇവൻറ്റ്സ് ദാറ്റ് ഹാവ് ഒക്കേർഡ്, മെഷേർഡ് ആൻഡ് ഡിസ്പ്ലേഡ്. അതായത് നമുക്ക് റിലയബിലിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഒരു ഓർഗനൈസേഷനിൽ യഥാർത്ഥത്തിൽ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണോ നടന്നത്, യഥാർത്ഥത്തിൽ എന്താണോ സംഭവിച്ചത് അതും അത് എങ്ങനെയാണോ റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്നത്, അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസമാണ്, അല്ലെങ്കിൽ അത് തമ്മിൽ എന്തോ ഒരു സാദൃശ്യം ഉണ്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് റിലയബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചതും റെക്കോർഡ് ചെയ്ത് വച്ചിരിക്കുന്നതും അത് രണ്ടും ഒരേപോലെയാണോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരേപോലെ ആണെങ്കിൽ ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് റിലയബിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് റിലയബിൾ അല്ല. എ റിലയബിൾ ഇൻഫോർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ് ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ് വാട്ട് ഇറ്റ് ഈസ് മെൻ ടു റെപ്രസെൻറ്റ്. റിലയബിൾ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അത് എറർ ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല, തെറ്റൊന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ബയാസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല, പാർഷ്യാലിറ്റി ഉണ്ടാകാൻ വേണ്ടി പാടില്ല, ഫെയ്ത്ത്ഫുള്ളി റെപ്രസെൻറ്റ്, സത്യസന്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഇത്രയാണ് റിലയബിലിറ്റിൻ്റെ ഉള്ളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ യൂസേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം, എറേഴ്സ് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷന് ഉണ്ടാവേണ്ട ഒന്നാമത്തെ ഫീച്ചറാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചറാണ് റെലവൻസ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെയാണ് അർത്ഥം. ടു ബി റെലവൻറ്റ്, ഇൻഫോർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് ആൻഡ് മസ്റ്റ് ഇൻഫ്ലുവൻസ് ദി ഡിസിഷൻസ് ഓഫ് ദി യൂസേഴ്സ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആവണമെങ്കിൽ ഇൻഫോർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കറക്റ്റായിട്ടുള്ള സമയത്ത് ലഭ്യമായിരിക്കണം. മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്, ഫ്യൂച്ചർ എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതായിരിക്കണം. ആൻഡ് മസ്റ്റ് ഇൻഫ്ലുവൻസ് ദി ഡിസിഷൻസ് ഓഫ് ദി യൂസേഴ്സ്, അത് യൂസേഴ്സിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നതും ആയിരിക്കണം. പിന്നെ ഇതിൽ യൂസേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സഹായിക്കണം എന്നതുകൂടി പറയുന്നുണ്ട്. ഹെൽപ്പിംഗ് ദെം ഫോർ പ്രഡിക്ഷൻ അബൌട്ട് ദി ഔട്ട്കം ഓഫ് പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. പാസ്റ്റ്, പ്രസൻറ്റ്, കഴിഞ്ഞു പോയത്, ഇപ്പോഴുള്ള, അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നുണ്ടാവണം. കൺഫേമിംഗ് ഓർ കറക്റ്റിംഗ് ദെയർ പാസ്റ്റ് ഇവാലുവേഷൻ, പാസ്റ്റ് കഴിഞ്ഞു പോയ ഇവാലുവേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനും സഹായിക്കുന്നതായിരിക്കണം. അപ്പം ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കണം എന്നാണ് റെലവൻസ് എന്നുള്ള പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫീച്ചറാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. Understandability means
decision maker must interpret accounting information in the same sense as it is prepared and conveyed to them. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സെൻസിൽ തന്നെ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണോ കൺവേ ചെയ്യുന്നത് ആ കാര്യങ്ങൾ അതേ സെൻസിൽ തന്നെ ഡിസിഷൻ മേക്കേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫീച്ചറാണ് കമ്പയറബിലിറ്റി. അതായത് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരു കമ്പനി, നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ സെയിൽസിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, അതായത് 2 ടൈം പീരീഡിൽ 2010 സെയിൽസ് എങ്ങനെയാണ്, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇപ്പോൾ ഉള്ള സെയിൽസ് എങ്ങനെയാണ് ഉള്ളത്. 2 ടൈം പീരീഡിലുള്ള സെയിൽസോ അതുപോലെ തന്നെ എന്ത് ആക്ടിവിറ്റീസോ ആയിക്കോട്ടെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനവും വേറൊരു സ്ഥാപനവുമായിട്ടും പല ആക്ടിവിറ്റീസിൽ, എന്ത് ആക്ടിവിറ്റീസിലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും അത് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം നമ്മുടെ സ്ഥാപനത്തിനുള്ളിലുള്ള പല ആക്ടിവിറ്റീസ് തമ്മിലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം വേറൊരു സ്ഥാപനവുമായിട്ട് എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് കമ്പയറബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ കമ്പയറബിലിറ്റിയിൽ പറയുന്നു, ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ദാറ്റ് ദി ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് റെലവൻറ്റ് ആൻഡ് റിലയബിൾ അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ റിലവൻറ്റും റിലയബിളും ആയാൽ മാത്രം പോരാ, but it is equally important that the users of the general purpose financial report are able to compare various aspects of an entity over different period. പക്ഷേങ്കിൽ അതിൻ്റെ യൂസേഴ്സിന് ഒരു സ്ഥാപനത്തിൽ പല ടൈം പീരീഡിലുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. ആൻഡ് വിത്ത് അതർ എൻറ്റിറ്റീസ്, മറ്റ് സ്ഥാപനങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. To be comparable, accounting report must belong to a common period and use common unit of measurement and format of reporting. അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ എല്ലാ കമ്പനീസും പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഒരേ ഫോർമാറ്റിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന മെഷർമെൻറ്റ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിരിക്കണം. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടാവേണ്ട ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ ഇത്രയാണ്. ഒന്നാമത്തേതിൽ പറഞ്ഞു റിലയബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. എന്താണോ അവിടെ യഥാർത്ഥത്തിൽ നടന്നത് അത് തന്നെ വേണം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് റിലയബിലിറ്റിയിൽ പറഞ്ഞത്. രണ്ടാമത്തേതായിരുന്നു റെലവൻസ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് അത് കറക്റ്റ് സമയത്ത് അതിൻ്റെ യൂസേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അത് പ്രഡിക്ഷൻ, ഫ്യൂച്ചർ എന്താണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാനൊക്കെ പറ്റുന്നതായിരിക്കണം. ഡിസിഷൻ മേക്കേഴ്സിന് ഉപയോഗപ്രദമായിട്ടുള്ളതൊക്കെ ആയിരിക്കണം എന്നാണ് റെലവൻ്റ് എന്നുള്ളതിൻ്റെ അകത്ത് പറഞ്ഞത്. അണ്ടർസ്റ്റാൻഡബിലിറ്റി, അതിൽ പറഞ്ഞത് ഡിസിഷൻ മേക്കേഴ്സ് ഈ അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലുള്ള കാര്യങ്ങൾ അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതേ സെൻസിൽ തന്നെ അവരത് മനസ്സിലാക്കണം എന്നാണ്. കമ്പയറബിലിറ്റിയിൽ പറഞ്ഞത് ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന പല ടൈം പീരീഡിലുള്ള കാര്യങ്ങൾ അത് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റണം. ഇപ്പോൾ 2010 2024 ഉള്ള സെയിൽസ് എങ്ങനെയാണ് അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവും വേറൊരു സ്ഥാപനവുമായിട്ടാണെങ്കിലും കമ്പയർ ചെയ്യാൻ, താരതമ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ വെച്ചിട്ട് സാധിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി. അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് എന്നുള്ളൊരു പരിപാടി ഉള്ളത്, അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നു മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്തായിരിക്കും അതിൽ പറയുന്നത്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൻ്റെ, ഇടപാടുകളുടെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ, ബുക്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. Accounting is used for the maintenance of a systematic record of all financial transactions in book of accounts.
അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ദി മോസ്റ്റ് ബ്രില്യൻറ്റ് എക്സിക്യൂട്ടീവ്സ് ഓർ മാനേജർ cannot accurately remember the numerous amount of varied transactions such as purchase, sale, receipts, payment, etc. that take place in business every day. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി, എക്സിക്യൂട്ടീവോ മാനേജറോ ആണെങ്കിൽ കൂടി, അവർക്ക് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കാനൊന്നും പറ്റുകയില്ല. ഹെൻസ് എ പ്രോപ്പർ ആൻഡ് കംപ്ലീറ്റ് റെക്കോർഡ്സ് ഓഫ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ കെപ്റ്റ് റെഗുലർലി. അതുകൊണ്ട് എന്ത് വേണം? ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ എല്ലാ റെക്കോർഡ്സും ബിസിനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ടിയിരിക്കുന്നു. മോറോവർ ദി റെക്കോർഡഡ് ഇൻഫോർമേഷൻ എനേബിൾസ് വേരിഫയബിലിറ്റി ആൻഡ് ആക്ട് ആസ് ആൻ എവിഡൻസ്. ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ട്രാൻസാക്ഷൻസ് അത് ഫ്യൂച്ചറിൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഒരു എവിഡൻസ് ആയിട്ടുമൊക്കെ നമുക്ക്, ഒരു തെളിവായിട്ടുമൊക്കെ ഈ റെക്കോർഡ് ട്രാൻസാക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ബിസിനസ് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. The owners of business are keen to have an idea about the net results of their business operations periodically. That is, the business has earned profit or incurred loss. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണർക്ക് അവരുടെ ബിസിനസ്സിൽ ശരിക്കും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് നിശ്ചിത ഇടവേളകളിൽ പീരിയോഡിക്കലി അറിയാൻ വേണ്ടിയിട്ടൊരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതിനും അവരെ സഹായിക്കുന്ന ഒന്നാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതാണ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റും ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സഹായിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ്, ഡെപിക്ഷൻ ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ. അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തികമായിട്ട് ബിസിനസ്സിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. Accounting also aims at ascertaining the financial position of the business concerned in the form of its assets and liabilities at the end of every accounting period. അതായത് അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് ബിസിനസ്സിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും നോക്കിക്കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എ പ്രോപ്പർ റെക്കോർഡ് ഓഫ് റിസോഴ്സസ് ഓൺഡ് ബൈ ദി ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ക്ലെയിംസ് എഗെയിൻസ്റ്റ് സച്ച് റിസോഴ്സസ്. അപ്പം എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ അസറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ബാലൻസ് ഷീറ്റിലൂടെ അല്ലെങ്കിൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ്. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ലാസ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നു, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ യൂസേഴ്സിന് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളും ഉണ്ട്, പുറത്തുള്ള ആളുകൾ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അപ്പം അവർക്ക് വേണ്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ജനറേറ്റഡ് ബൈ ദി അക്കൗണ്ടിങ് പ്രോസസ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദി ഫോം ഓഫ് റിപ്പോർട്ട്സ്, സ്റ്റേറ്റ്മെൻറ്റ്, ഗ്രാഫ് ആൻഡ് ചാർട്ട് ടു ദി യൂസേഴ്സ് ഹൂ നീഡ് ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡിസിഷൻ സിറ്റുവേഷൻസ്. പല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് റിപ്പോർട്ടിൻ്റെ രൂപത്തിലോ സ്റ്റേറ്റ്മെൻറ്റായിട്ടോ ഗ്രാഫായിട്ടോ ചാർട്ടായിട്ടോ ഒക്കെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അവരിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആസ് ഓൾറെഡി സ്റ്റേറ്റഡ്, ദർ ആർ ടു മെയിൻ യൂസർ ഗ്രൂപ്പ്സ്. ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സിൽ വരുന്നത് മെയിൻലി മാനേജ്മെൻ്റ് ആണ്. അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടണം, അക്കൗണ്ടിങ്ങിലൂടെയാണ് അത് കിട്ടുന്നത്. പിന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. അവർക്ക് ലിമിറ്റഡ് അതോറിറ്റി മാത്രമേ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിലൊക്കെ ഉണ്ടാവത്തുള്ളൂ. അവർ പ്രധാനമായിട്ടും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേതിൽ പറഞ്ഞത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. ബിസിനസ്സിൻ്റെ ഓണർക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് പീരിയോഡിക്കലി അറിയാൻ വേണ്ടിയിട്ടും അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു.
ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, അതായത് അസറ്റ് എന്തോരമുണ്ട്, ലയബിലിറ്റി എങ്ങനെയാണോ ഉള്ളത്, അതിൻ്റെ പൊസിഷൻ ബാലൻസ് ഷീറ്റ് നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നാലാമത്തേത് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അത് റിപ്പോർട്ടിൻ്റെ രൂപത്തിലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രൂപത്തിലോ ചാർട്ടൊക്കെ ആയിട്ട് അതിൻ്റെ യൂസേഴ്സിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്.